ഇവിടെ ചർച്ചയിൽ ഉയർന്നു വന്നപ്പോൾ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ചരിത്രകാരൻ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായ ശ്രീ ഇർഫാൻ ഹബീബ് അലിഗഡ് സർവകലാശാലയുടെ ചരിത്രാധ്യാപകനായിരുന്ന അദ്ദേഹം സൈക്കിളിലായിരുന്നു അദ്ദേഹം ക്യാമ്പസിൽ വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ബഹുമാന്യായ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം തൃശൂർ സെന്റ് തോമസ് കോളേജിലെ അധ്യാപകനായിരുന്ന കാലത്ത് സൈക്കിളിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. എന്റെ അധ്യാപകൻ കൂടിയായ പ്രശസ്ത കവിയായ വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ് അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജ് അധ്യാപകനായിരുന്ന കാലത്ത് ക്യാമ്പസിൽ സൈക്കിളിലാണ് വന്നിരുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഈ ആഡംബരക്കാറുകൾ ഉൾപ്പെടെ നമ്മുടെ സമൂഹത്തിന് അത് വലിയ ആഡംബരത്തിന്റെ ഭാഗമായി കാണുമ്പോൾ പൊതു ഗതാഗത മേഖല കൂടുതൽ ശക്തിപ്പെടുത്താനും അതോടൊപ്പം തന്നെ മലിനീകരണം ഉണ്ടാക്കുന്ന വാഹനപ്പെരുപ്പം കുറയ്ക്കാനുമുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ട ഒരു കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ നഗരങ്ങളും നമ്മുടെ ഗ്രാമങ്ങളുമെല്ലാം ഇന്ന് ഈ വിഷവാതകത്തിന്റെ പുകയേറ്റ് യഥാർത്ഥ അതിന്റെ ഭംഗിയും സൗന്ദര്യവും എല്ലാം നഷ്ടപ്പെടുന്നതായിട്ടാണ്. ഞാനത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വളരെ പരിമിതമായ സമയമുള്ളതുകൊണ്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, നമ്മുടെ ഈ ലോ ഫ്ലോർ ബസ്സുകൾ വന്ന ശേഷം ആദ്യമൊക്കെ അതിനോട് ആളുകൾക്ക് ഒരു ചെറിയ വിരക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് വളരെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയാണ്. ഏതാണ്ട് നമ്മുടെ സെക്കൻഡ് എ സിയുടെ ചാർജ് ആണെങ്കിലും പക്ഷെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളത്, യാത്രക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് അതിന്റെ കയറിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വോൾവോ ബസ് പോലൊക്കെയുള്ള സൗകര്യങ്ങൾ വളരെ യാത്ര ചെയ്യുമ്പോൾ അത് ഇരിക്കാനുള്ളൊരു അസൗകര്യമാണ്. ഒരു പുഷ് ബാക്ക് പോലുള്ള സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളൊരു പരാതി പലപ്പോഴും യാത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത് പരിഹരിക്കാനൊരു മാർഗമുണ്ടാകണം. MLA-മാർക്ക് ആർക്കും അതേ സഞ്ചരിക്കാനുള്ള, ഞങ്ങൾക്ക് മറ്റെല്ലാ വാഹനത്തിലും സഞ്ചരിക്കാം, പക്ഷേ ഈ അതേ മാത്രം സഞ്ചരിക്കാനുള്ള ആ കാശ് കൊടുക്കണം. അത് ഞാൻ പറഞ്ഞത് MLA-മാർക്ക് സാധാരണ മറ്റു വാഹനങ്ങളിലുള്ള സൗകര്യം അതേ ഇല്ല എന്ന് മാത്രം സൂചിപ്പിച്ചേ ഉള്ളൂ. ഞാനത് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല. എങ്കിലും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയെ ഞാൻ പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. സാർ, അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഈ മിനി ബസ്സുകൾ. സത്യത്തിൽ നമ്മുടെയൊക്കെ നാട്ടുമ്പുറങ്ങളിൽ, ഗ്രാമങ്ങളിലൊക്കെ തന്നെ ഇന്ന് ജനസാന്ദ്രത ഏറെ കൂടിയ പ്രദേശങ്ങളാണ്. അപ്പൊ ചെറിയ വാഹനങ്ങൾ KSRTC മിനി ബസ്സുകൾ ആ പ്രദേശങ്ങളിൽ ഓടിക്കാൻ കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ കർച്ചേസ് വാഹനം ഈ വാഹനത്തിന്റെ പെരുപ്പം കുറയ്ക്കാൻ കഴിയും. ആളുകൾ നല്ല വാഹനം ഉണ്ടെങ്കിൽ തീർച്ചയായും അത്തരം വാഹനങ്ങളിൽ കയറാൻ തയ്യാറാകും. ഉള്ള എല്ലാ കവലകളും ജംഗ്ഷനുകളും ഇന്ന് ഗതാഗതക്കുരുക്ക് കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരവസ്ഥയാണ് എന്റെ കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം അക്കാര്യത്തിൽ ഉണ്ടാകണം. എന്റെ നിയോജകമണ്ഡലത്തിൽ എന്റെ പിതാവ് ഈ വകുപ്പിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ് 40 വർഷങ്ങൾക്ക് മുമ്പ് പൊൻകുന്നം ഡിപ്പോ ആരംഭിച്ചത്. പക്ഷെ ഇന്നത് വളരെ സൂച്യമായ ഏതാണ്ട് 2018 40 വർഷം തികയാണ്. യഥാർത്ഥത്തില് അതിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പരിമിതികൾ പൊൻകുന്നം സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ അവിടെ ഏതാണ്ട് 40ഓളം ഡ്രൈവർമാരുടെ കുറവുണ്ട്, 15ഓളം കണ്ടക്ടർമാരുടെ കുറവുണ്ട്. ദീർഘദൂര സർവീസുകളൊന്നും തന്നെ, പ്രത്യേകിച്ച് ഇന്റർസ്റ്റേറ്റ് സർവീസുകൾക്ക് ഏറെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. പക്ഷെ ഒരു സർവീസുകൾ പോലും ഇപ്പോൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പെരിക്കല്ലൂർ ഉൾപ്പെടെയുള്ള 35,000 രൂപ വരെ കളക്ഷനുള്ള നല്ല സർവീസുകൾ ഓടുന്ന ഒരു പ്രദേശം, ഒരു ഡിപ്പോയാണ്. അപ്പോൾ ആ ഡിപ്പോയുടെ കാര്യത്തിൽ ഈ പരിമിതികൾ, പ്രത്യേകിച്ച് അതിന്റെ കെട്ടിടങ്ങൾ ഉൾപ്പെടെയെല്ലാം വളരെ പഴക്കമുള്ളതാണ്. അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും അങ്ങ് മുൻകൈ എടുക്കണം എന്ന ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടുത്തെ കുടിവെള്ളമാണ്. പലതവണ ഞാൻ ആസ്തി വികസന ഫണ്ട് ഉൾപ്പെടെ കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും പല കാരണങ്ങൾ കൊണ്ടത് ധനകാര്യ വകുപ്പിൽ നിന്ന് അനുവാദം ലഭിക്കാതെ ഒരു സാഹചര്യമാണ്. ഇന്നവിടെ കുടിവെള്ളത്തിനേറെ പഴയ പമ്പ്, ഒത്തിരി പഴക്കമുള്ള ഒരു പമ്പാണ്. പമ്പ് ഉൾപ്പെടെ മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ ഈ കാര്യത്തിൽ കോർപ്പറേഷൻ നൽകിയെങ്കിലും അനുകൂലമായ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് അവിടെ ഈ പ്രധാനമായിട്ടും ആളുകൾക്ക്, ജനങ്ങൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഈ പരിമിതികളെല്ലാം ഈ പൊൻകുന്നം KSRTCയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ പരിമിതികൾ പരിഹരിക്കാനുള്ള നടപടികൾ അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് സൂചിപ്പിക്കുന്നു. പെരിക്കല്ലൂരിന് ഒരു സർവീസ് കൂടി ആരംഭിക്കാൻ വേണ്ടിയുള്ള പ്രപ്പോസൽ കോർപ്പറേഷന്റെ മുൻപിലുണ്ട്. പക്ഷേ ആവശ്യമായിട്ടുള്ള ബസ്സോ മറ്റ് സംവിധാനങ്ങളോ ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്നുകൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, നമ്മുടെ KSRTCയെ
സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ ഒരു പ്രവർത്തനം ഇവിടെ സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോവുകയാണ്. ആ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിന്റെ ഏറ്റവും അഭിമാനകരമായ ഈ പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കാനായിട്ടുള്ള നല്ല നടപടികളുമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ടൂറിസത്തിന് നമ്മളിപ്പം ഈ അക്സസബിൾ ടൂറിസം എന്നുള്ളൊരു കാഴ്ചപ്പാട് ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഭിന്നശേഷി, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം, ഭിന്നശേഷിയുള്ള ആളുകൾ ഉൾപ്പെടെ സമൂഹത്തിലെ ദുർബല വിഭാഗത്തിൽ വരുന്ന ആളുകൾ കൂടി ടൂറിസത്തിന്റെ സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ടാകണം എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്കറിയാം. 2016 മുതൽ ആ കാഴ്ചപ്പാടോടുകൂടി എല്ലാവർക്കും ടൂറിസം എന്നുള്ളൊരു ആശയമുണ്ട്. പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും നമ്മൾ അത്തരം ആളുകൾക്ക്, പ്രത്യേകിച്ച് മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നവര്, ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾക്കൊക്കെയുള്ള അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ പലപ്പോഴും ഇല്ല എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അതിനുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ ഫാം ടൂറിസം, നമുക്കറിയാം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മാത്രം വിചാരിച്ചാൽ കേരളത്തിലെ ടൂറിസം നന്നാക്കിയെടുക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വേറെ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനമുണ്ട്. ബഹുമാനായ കൃഷി വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുണ്ട്. ഈ ഫാം ടൂറിസം ഞാൻ പല സ്ഥലങ്ങളിലും ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് കൃത്യമായൊരു വിവരം തരുവാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മാത്രമല്ല, ഈ 10 ഏക്കർ സ്ഥലത്തിൽ കൂടുതലുള്ളിടത്ത് മാത്രമേ ഫാം ടൂറിസത്തിന്റെ സാധ്യതകൾ ഇപ്പോഴുള്ളൂ. അത് ചെറുകിടക്കാരായ ആൾക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും അതിന്റെ അത് 10 ഏക്കർ എന്നുള്ളത് കുറച്ച് കൊണ്ടുവരാനുള്ള ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകണം. ഈ പ്രോജക്റ്റുകളെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു അവബോധം ആളുകളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തീർച്ചയായും വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഏകോപനം. അപ്പൊ അങ്ങനെയൊക്കെ അറിയാം, ദേവസ്വം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആയുർവേദത്തെ സംബന്ധിച്ച് ടൂറിസം മാത്രം പദ്ധതി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ ഡിപ്പാർട്ട്മെന്റുമായി കൂടി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംയോജനം ഈ കാര്യത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നല്ല പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ടൂറിസം മേഖലയെ കൂടുതൽ പുഷ്ടിപ്പെടുത്താൻ അത്തരം ചില നിർദ്ദേശങ്ങൾ കൂടെ മുൻപോട്ട് വെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.